ഇന്ന് ഞങ്ങൾ പെറുക്കിയെടുത്താൽ നല്ല അടിപൊളി കൊടംപുളി ആട്ടത്. ഇതിൽ കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കൊടംപുളി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം ചെയ്യല് ഉണക്കലാട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ അടുപ്പിന്റെ മുകളിലൊക്കെ തട്ട് കെട്ടിയിട്ടൊക്കെ കെട്ടി തൂക്കിയിട്ടൊക്കെയാണ് ഉണക്കല്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള കൊടംപുളി, നല്ല പഴുത്ത കൊടംപുളിയൊക്കെ കറിയിലിട്ടാൽ നല്ല രുചിയായിരിക്കും. നമ്മുടെ മീൻകറിയിലൊക്കെ ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കൊടംപുളി കിട്ടുന്നതുകൊണ്ട് കറിയിലൊക്കെ അങ്ങനെ ഇടാം. സീസൺ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ നല്ല പഴുത്ത കൊടംപുളി കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്ത് വെക്കുന്ന ഒരു ഐഡിയ ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇതിന് വേണ്ടി ആദ്യം നമ്മൾ അധികം ചീയാത്ത കൊടംപുളിയായിട്ട് എടുത്തത്. ചീഞ്ഞത് നമുക്ക് ഉണക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ്. ഇത് നല്ല കൊടംപുളി എടുത്തിട്ട് നമ്മൾ കഴുകി നല്ല തുടച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിന്റെ അംശമൊന്നും പാടില്ല. ഒക്കെ നല്ല വൃത്തിയിൽ കഴുകി തുടച്ചതാണ് കേട്ടോ. അപ്പൊ ഇതിനി ഇതുപോലൊരു ചില്ലുഭരണി എടുക്കുക. ചില്ലുഭരണി തന്നെ വേണം. നമ്മൾ ഒരു ചെറിയ ചില്ലുഭരണി എടുത്തിട്ടുണ്ട്, അധികം വലുപ്പമൊന്നുമില്ല. നമ്മൾ ചില്ലുഭരണിയൊക്കെ അച്ചാറിട്ടിട്ടൊക്കെ അച്ചാർ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഫുള്ള് ഭരണിയിലെല്ലാം ഓരോന്ന് ഒഴിയുന്നതനുസരിച്ച് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുക. കണ്ടില്ലേ, ഇതിന് മുന്നൊരു കമന്റ് വന്നിരുന്നു കേട്ടോ, നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് മുറിക്കുന്നതിന് കാണിച്ചപ്പോൾ. അപ്പൊ നമ്മൾ കൊടംപുളി കണ്ടില്ല, നല്ല കട്ടിയുള്ള കാമ്പുള്ളതാണ്. അപ്പം അത്ര അലുത്തത് നമുക്ക് കത്തിയില്ലാതെ പറ്റും. പക്ഷെ ഇതുപോലെ നല്ല അങ്ങനത്തെ ഒന്നും നമുക്ക് ഒരിക്കലും കത്തിയില്ലാതെ മുറിക്കാൻ പറ്റില്ല, കഷ്ണങ്ങളാക്കാൻ പറ്റില്ല. അപ്പൊ ഇത് വേഗം കിട്ടി. കുരുവൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇഷ്ടം പോലെ നല്ല കുരുകളുണ്ട് കേട്ടോ. കുരു നമ്മൾ സത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇത്ര ചെറിയ കഷ്ണങ്ങളാക്കിയാൽ നല്ലതാണ്. നമ്മൾ കുപ്പിയിൽ കുറെ കൊള്ളും. ഇതിങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ. കുപ്പിയിൽ ചെറുതൊക്കെ ഒറ്റ 2 കഷ്ണമാക്കി ഇങ്ങനെ എടുത്താൽ മതി. ഇത് വലുതായതുകൊണ്ടാണ് നമ്മൾ 2, 3, 4 കഷ്ണങ്ങളൊക്കെ ആക്കി ചെറുതാക്കിയിട്ടത്. അത് അടുത്തെടുക്കുക. അതൊക്കെ നല്ല അധികം ചെയ്യാത്ത നല്ല ചീഞ്ഞതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. കുറെ ആളുകളൊക്കെ കുടംപുളി ചെയ്യാൻ വെക്കും കേട്ടോ. എന്തിനാ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാനും ഉണക്കിയെടുക്കാനൊക്കെ കുറച്ചുകൂടി ചീഞ്ഞത് നല്ലത്. അപ്പൊ നമ്മൾ ഇത്ര ഇട്ടു, ഇതങ്ങനെ പീസാക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കല്ലുപ്പ് കേട്ടോ. കല്ലുപ്പ് കുറച്ചിട്ട് കൊടുക്കുക. നമുക്ക് ഉണക്ക കൊടംപുളി കറിയിലിടുന്നതിലും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനത്തെ പച്ച എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉണക്കാത്ത കൊടംപുളി ഇടുന്ന കേട്ടോ. അപ്പൊ കൊടംപുളിയൊക്കെ നമ്മൾ ചില്ലുഭരണിയിൽ ഇട്ട് നിറച്ച് വെച്ച് മോൾ ഭാഗത്ത് നല്ല ഉപ്പൊക്കെ ഇട്ട് ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി 1 വർഷം വരെ നമുക്ക് ഇങ്ങനെ നിർത്തട്ടോ. നമുക്ക് അപ്പൊ എപ്പോഴും നമുക്ക് നല്ല പച്ച കൊടംപുളി കിട്ടും. പച്ച എന്ന് പറഞ്ഞാൽ ഇതുപോലെ പഴുത്ത കൊടംപുളി പച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ചെയ്താൽ വേറൊരു ഗുണം എന്താണെന്നറിയോ, നമ്മൾ അധികവും ഞങ്ങളിപ്പം നല്ല മഴ വന്നപ്പോഴാണ് അടുപ്പിന്റെ മുകളിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഉണക്കിയെടുക്കുന്നത്. അപ്പം അതിന് ചെറിയൊരു പുകയുടെ ചോയൊക്കെ വരും. എന്നാലും ഞങ്ങൾ വെയിൽ വരുന്ന സമയത്ത് അത് കഴുകിയിട്ട് വീണ്ടും വെയിലത്തിട്ട് ഉണക്കലാണ്. വെയിലില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, വേനൽക്കാലത്തൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഉണക്കിയെടുക്കാം. അപ്പൊ നമുക്ക് നല്ല പുകയൊന്നും ചോദിക്കാത്ത നല്ല അടിപൊളി ഉണക്ക കൊടംപുളിയും കിട്ടും. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഐഡിയ, ഇങ്ങനെ വലിയ ജാറുകളൊക്കെ വാങ്ങിച്ചിട്ട് മാക്സിമം നമ്മൾ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് വേനൽക്കാലത്ത് എടുത്തിട്ട് ഉണക്കും ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്ക് വേണമെങ്കിൽ ഇതുപോലെ നല്ല പച്ച കൊടംപുളി എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം.